എല്ലാവർക്കും നമസ്കാരം. സമാദരണീയനായ തത്വചിന്തകനും ദാർശനികനും സാമൂഹ്യ ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള ഏറെ പ്രിയങ്കരനായ പോക്കർ മാഷാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. കേരളം രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട, സാമൂഹ്യവും സാംസ്കാരികവുമായിട്ട് പരിശോധിക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകം പോക്കർ മാഷിൻ്റേതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ പുസ്തകം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പേര് എരിക്കിൻതി എന്നുള്ളതാണ്. പോക്കർ മാഷിൻ്റെ ആത്മകഥയുടെ പേരാണ് എരിക്കിൻതി. എനിക്കിതിനകത്തൊരു ഭാഗ്യം ലഭിച്ചത് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായി വായിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ. ആളുകളിൽ ഒരാളാണെന്ന് പറയാൻ കാരണം KN മാഷും ഞാനുമായിരിക്കും ഈ പുസ്തകം ആദ്യം വായിച്ച രണ്ടുപേരിലൊരാൾ. അതുകൊണ്ടാണ് ഒരാൾ എന്ന് സൂചിപ്പിക്കാൻ കാരണം. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ ആദ്യ രൂപം വായിച്ചു എന്നുള്ളത് വലിയൊരു അഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച എരിക്കിൻതി ഇപ്പോൾ അതിൻ്റെ 3ാം പതിപ്പിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പുസ്തകത്തെ മുൻനിർത്തി മാഷുമായിട്ട് നമ്മളൊരു മുഖാമുഖത്തിന് തയ്യാറായിട്ടുള്ളത്. ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായി ഈ പുസ്തകത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് എരിക്കിൻതിയിൽ തന്നെ. ആ വാചകത്തിലേക്ക് തന്നെ കടക്കാം. മാഷ് ഇങ്ങനെ ഇതിനകത്ത് എഴുതുന്നു: ഇപ്പോഴും എൻ്റെ പേരുപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പരിഹസിക്കുന്ന ചിലർ പുരോഗമനപക്ഷമായി കരുതപ്പെടുന്നവർ ആണെന്നതാണ് വിരോധാഭാസം. അവർ വിദ്യാസമ്പന്നരും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരുമാണ്. അവരുടെ കുട്ടിക്കാലത്ത് അകത്ത് കയറിക്കൂടിയ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് മാത്രമായി ഞാനതിനെ കാണുന്നു. കാരണം ഞാനും അവരും തമ്മിൽ യാതൊരു പ്രശ്നവും ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നേരിൽ കണ്ടാൽ കൈപിടിച്ച് സൗഹൃദം പങ്കിടുന്നവരുമാണ്. സംസ്കാര നിർമ്മിതിയിലെ ചതിക്കുഴികൾ ചളിക്കുഴികൾ കൂടിയാണ്. ഖലീൽ ജിബ്രാൻ ചളിക്കുഴിയിൽ നിന്നും സാത്താനെ രക്ഷിക്കുന്ന കഥ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ നിന്നും കരകയറാൻ ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടത് ബഹുസംസ്കാര സൗഹൃദാത്മക ജീവിതത്തിന് അനുപേക്ഷണീയമാണ് എന്ന് പോക്കർ മാഷ് എഴുതുന്നുണ്ട്. ഈ ഭാഗം ഇന്ന് വായിക്കുന്നതിന് സവിശേഷമായൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒരു പ്രത്യേക പേരുകാരനാണെങ്കിൽ, ഒരു പ്രത്യേക പേരാണെങ്കിൽ ആ പേരിനെ മുൻനിർത്തി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അടിച്ചമർത്തൽ പുരോഗമന സമൂഹം എന്നറിയപ്പെടുന്ന കേരളത്തിൽ വളരെ സ്വാഭാവികമായിട്ട് മാറിത്തീർന്നിരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് R. നാസർ എന്നാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ R. നാസർ ഒരു മുസ്ലിമാണെന്ന് തോന്നും. പക്ഷേ അദ്ദേഹം ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ R. നാസർ എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം പേരുകാരനാണെന്നുള്ളതിൻ്റെ പേരിൽ കഠിനമായ ആക്രമണത്തിനാണ് വിധേയമായത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെ സ്വാഭാവികമായ ഒന്നായി മാറിത്തീർന്നിരിക്കുന്നു. ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ അയാൾ പാകിസ്ഥാനിലേക്ക് കടത്തപ്പെടേണ്ട ഒരാളാണ് എന്ന് വരുന്നു. അയാൾ ഇന്ത്യയിൽ ഒരു തരത്തിലും ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണെന്ന് വരുന്നു. മുസ്ലിം പേരുള്ള ഒരാൾക്ക് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനം കേരളത്തിൽ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം പ്രവർത്തനം നടത്തുന്നവരെല്ലാം തന്നെ ജിഹാദി ഫണ്ട് കൈപ്പറ്റുന്നവരാണെന്നുള്ള ആക്ഷേപം അതിശക്തമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നു. മുസ്ലിം പേരുകാരായിട്ടുള്ള എല്ലാ മനുഷ്യരും അവർ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന ഒരു ചാപ്പ കുത്തപ്പെടുന്നു. ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് സ്വാതന്ത്ര്യക്കുറവൊന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക സംഘടനയുടെ പേരിൽ ഈ മനുഷ്യരെ എല്ലാം തന്നെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഇടിച്ചു താഴ്ത്തുകയും അപഹസിക്കുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു മന്ത്രി പറഞ്ഞത്, മലപ്പുറത്തും കാസർഗോഡും മത്സരിച്ച് ജയിച്ചവരുടെ പേര് നോക്കിയാൽ ചില കാര്യങ്ങൾ തിരിച്ചറിയാം എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു മന്ത്രി തന്നെയാണ്. ഇതിന് തുല്യമായിട്ട് ഇതിനു മുമ്പ് ഒരാളൊരു പ്രസ്താവന നടത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ ഷഹീൻബാദിൽ സമരം ചെയ്യുന്ന ആളുകളുടെ വസ്ത്രം നോക്കി പേര് നോക്കിയാൽ അവരെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ഹിന്ദുത്വവാദിയായ ഒരു പ്രധാനമന്ത്രി പറയുന്ന അതേ ആശയം കേരളത്തിലെ പുരോഗമനപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പങ്കുവെക്കുന്ന സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ സംജാതമായ ഒരു കാലഘട്ടത്തിലാണ് പോക്കർ മാഷിൻ്റെ എരിക്കിൻതി എന്ന പുസ്തകം നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പുറങ്ങളിൽ തന്നെയാണ് തൻ്റെ പേരിനെ മുൻനിർത്തിയുള്ള ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഒരു വിവാദത്തെ അദ്ദേഹം സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ സംവാദാത്മകമായാണ് യഥാർത്ഥത്തിൽ തുറന്നിടുന്നതെങ്കിലും എങ്ങനെയാണൊരു പേര് രാഷ്ട്രീയമായ പുറന്തള്ളൽ ഹിംസയ്ക്ക് ആയുധമാക്കുന്നത് എന്നുള്ളതാണ്. ഇതോടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, വളരെയധികം പുരോഗമനകാരികളും
സമ്പൂർണ്ണ മാർക്സിസ്റ്റുകളുമാണെന്നറിയപ്പെടുന്ന സവർണർക്ക് അവരുടെ പേരുകളുടെ വാലിൻ്റെ കൂടെ നമ്പൂതിരി എന്നോ ഇളയിടമെന്നോ മേനോനെന്നോ ചേർക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. തങ്ങളുടെ പേരിൻ്റെ കൂടെ ഇളയിടമെന്നോ മേനോനെന്നോ നായരെന്നോ പണിക്കരെന്നോ പേരുള്ളതിൻ്റെ പേരിൽ അവരുടെ ആരുടെയും പുരോഗമനമോ അവരുടെ ആരുടെയെങ്കിലും മാർക്സിസത്തിൻ്റെ പുരോഗമന അംശങ്ങളോ ചോർന്നു പോകുന്ന ആരും കരുതുന്നുമില്ല. പക്ഷേ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആൾ ആ പേരിലൂടെ തന്നെ രാഷ്ട്രീയമായി പുറന്തള്ളപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് പോക്കർ എന്നുള്ള പേര് രാഷ്ട്രീയ ഹിംസയുടെ ആയുധമായി, പുറന്തള്ളൽ ഹിംസയുടെ ഒരു ആയുധമായി മാറുന്നതിനെപ്പറ്റി ഒരു സാംസ്കാരിക വിശകലനത്തിന് തയ്യാറാവുന്നു. അതുകൊണ്ട് നമ്മൾ പോക്കർ മാഷിനോട് ചോദിച്ചു തുടങ്ങുന്നൊരു കാര്യം, ഈ പേര് തന്നെ ഒരു സമുദായത്തെ അപരവൽക്കരിക്കുന്നതിന് എങ്ങനെയാണ് ആയുധമായത് എന്നും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൊതുജീവിതത്തിൽ അപരഹിംസയുടെ വേര് കിടക്കുന്നത് ഇത്തരം പേരുകളെ തിരിച്ചറിയുന്നതിലൂടെയും ആ പേരുകളിലൂടെ ജാതിയിലേക്ക്, ആ പേരുകളിലൂടെ ഓരോരുത്തരുടെ സോഷ്യൽ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് മനുഷ്യരോട് ഇടപെടുന്ന രീതിയിലുള്ള ഒരു ഹിംസാത്മക രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് മാഷ് അതിനെ സംബന്ധിച്ച് ഈ പേരിനെ മുൻനിർത്തി ആത്മകഥയിൽ അവതരിപ്പിച്ചിരിക്കുന്ന നിരീക്ഷണങ്ങളെ മുൻനിർത്തി സൂചിപ്പിക്കാനായിട്ടുള്ളത്? ഇതുപോലൊരു ആത്മകഥ രചിക്കാനുണ്ടായിട്ടുള്ള സന്ദർഭം തന്നെ യഥാർത്ഥത്തിൽ ഈ പേരുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ആലോചനകളാണ്. യഥാർത്ഥത്തിൽ ഈ പേരുമായി ബന്ധപ്പെട്ടുള്ള പരിഹാസം എന്നുള്ളത് സമൂഹത്തിൽ പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്, നേരത്തെ മുതലേ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പുതിയ ഒരു കാലത്ത്, പുതിയ തിരിച്ചറിവിൻ്റെ ഒരു കാലത്ത് അത് പ്രധാനമാണ്. കാരണം മുമ്പ് കാലത്ത് നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിൻ്റെ കാരണത്തെക്കുറിച്ച് ഇന്നത്തേതുപോലെ കാര്യകാരണ സഹിതം തിരിച്ചറിയാൻ പറ്റുന്ന വായനകൾ വികസിച്ചിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സരസ്വതി വിജയം എന്നുള്ള നോവൽ, ആ നോവൽ 81 മുതലെങ്കിലും മാർക്കറ്റിലൊന്നും വല്ലാതെ ഇല്ല, പേരിനെങ്കിലും ലഭ്യമാണ്, സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചത്. അതിൽ ഈ പേരിടുന്നത് പ്രത്യേകം ഒരു വിഷയമായി തന്നെ അതിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം അത് എഴുതിയിട്ടുള്ളതിൻ്റെ രചയിതാവായിട്ടുള്ള പൊത്തേരി കുഞ്ഞപ്പൂവിന് അതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ആ കാലത്ത് മലത്തൻ എന്തുകൊണ്ട് പേര് അങ്ങനെ ഇടുന്നത്, അങ്ങനെ പേരിടുള്ളൂ എന്നൊക്കെ ഈ കുബേരൻ നമ്പൂതിരി പറയുന്നുണ്ട്. പിന്നെ ഈ പേരുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നം എഴുതണം എന്നെനിക്ക് തോന്നാനുണ്ടായിട്ടുള്ള മറ്റൊരു സന്ദർഭം ഡോക്ടർ കുഞ്ഞാമൻ സാറുടെ ആത്മകഥ വായിച്ചപ്പോഴാണ്. കാരണം കുഞ്ഞാമൻ സാർ അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അയൽവാസിയാണ്, ജമ്മിയാണ്. അതായത് സവർണ വിഭാഗത്തിൽപ്പെടുന്ന ജമ്മി ആയിട്ടുള്ള ആൾ ഏത് പേരാണോ നൽകുന്നത് അത് സ്വീകരിക്കാത്ത. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ തന്നെ ഉത്തമം അധമം എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ നമ്മുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെടുന്ന, സ്വത്തുമായി ബന്ധപ്പെടുന്ന എൻ്റെ ആദ്യകാലത്തെ ഒരു രചന, അതിൽ ഞാൻ ഉദ്ധരിക്കുന്നത് അബ്ദുൽ അസീസിനെയാണ്. അബ്ദുൽ അസീസ് ഈ തീവ്ര ഇടതുപക്ഷം ആയതിൻ്റെ പേരിൽ അടിയന്തരാവസ്ഥ കാലത്തോ മറ്റോ ജയിലിലായി ഭീകരമായി മർദ്ദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തീവ്ര ഇടതുപക്ഷമാണോ അല്ലെങ്കിൽ നക്സലൈറ്റ് ആണോ എന്നല്ല പോലീസുകാർ ചോദിക്കുന്നത്. അയാളുടെ പേരാദ്യം അവർക്ക് മനസ്സിലായിരുന്നില്ല, വേറെ ചില പേരിലൊക്കെയാണല്ലോ അന്ന് ഈ ഒളിവിലൊക്കെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ അയാളെ ഈ ചവിട്ടി ഉരുട്ടുന്ന സമയത്ത് ഇയാളിങ്ങനെ അറിയാതെ ഇയാളുടെ ഐഡൻറ്റിറ്റി അവർക്ക് മനസ്സിലായി. അപ്പോൾ നീ മാപ്പിളയാണല്ലടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇയാളുടെ അബ്ദുൽ അസീസ് എന്നുള്ള പേര് ഇയാളുടെ ഉച്ചാരണത്തിലുള്ള ഈ ഭാഷയിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് ചില ആളുകൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള തിരിച്ചറിവ് ഇതൊക്കെ അയാൾക്ക് ഇരട്ട പീഡനമായി മാറുന്നതിനെ പറ്റി വിശദീകരിക്കുന്നു. അപ്പം ഈ ഐഡൻറ്റിറ്റി എന്നുള്ളത് നമ്മളെ മുഖ്യധാരക്കകത്ത് പലപ്പോഴും ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന, പല രീതിയിൽ പാന്തവൽക്കരിക്കപ്പെടുന്ന, മാറ്റിവെക്കപ്പെടുന്ന ഒന്നായി മാറുന്നത് പേരിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആവുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരുപക്ഷെ അത് മറികടക്കാൻ വേണ്ടിയായിരിക്കും ഒരു കാലത്ത് എം വി ദേവനും പിന്നെ അതുപോലെ സഹോദരൻ അയ്യപ്പനൊക്കെ അവരുടെ മക്കൾക്ക് ജമീല എന്നൊക്കെ പേര് കൊടുത്ത് അങ്ങനെ ആ രീതിയിൽ ഈ പേരിലുള്ള
ഈ വേർതിരിവുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡീമാർക്കേഷൻ, അത് മയച്ചു കളിയാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ച ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷേ അവരോടുകൂടി നമ്മുടെ നവോത്ഥാനം സ്തംഭിച്ചു പോയി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചൊക്കെ കേരളത്തിലെ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ജ്ഞാനോദയപരമായിട്ടുള്ള മുന്നേറ്റം എന്നുള്ളത് സഹോദരൻ അയ്യപ്പൻ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ടാവും, രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടാവും, അതോടൊപ്പം വർണ്ണജാതി വ്യവസ്ഥയുടെ മേൽക്കൈ ഒരു ഘടകമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പേരിനെ പ്രശ്നവൽക്കരിക്കുമ്പോൾ ഉദ്ദേശിച്ചത് എൻ്റെ ഒരു പേര് കൊണ്ട് എനിക്കൊരു തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് കൂടിയാണ് ഞാനിതിൽ ചിന്തിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടാവുക. അല്ലാത്തൊരാൾക്ക് ആ രീതിയിൽ ഒരു റിയലൈസേഷൻ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു സാമൂഹിക പ്രശ്നം എന്ന രീതിയിൽ ഇത് വിശകലനം ചെയ്യാനുള്ളൊരു തുടക്കം എന്ന നിലയിലാണ് ഞാൻ ഇതിലെ ആദ്യത്തെ പേരിനെ സംബന്ധിക്കുന്ന ഭാഗം രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളെ പേര് മുതൽ നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ മുതൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ആളുകളെ പ്രാന്തവൽക്കരിക്കാനുള്ള, വ്യക്തികളെയും സമുദായങ്ങളെയും പ്രാന്തവൽക്കരിക്കാനുള്ള ഒരു വലിയ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തിലേക്ക് കേട്ടോ, നമ്മൾ ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥയുടെ തീവ്രത മറ്റ് സ്ഥലങ്ങളിൽ ഇതേ ഘടനയിൽ നിലനിൽക്കുന്നില്ലെങ്കിലും ഇപ്പം ആഞ്ചല ഡേവിസ് അമേരിക്കയിലെ കറുത്ത മാർക്സിസ്റ്റ് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള 80 വയസ്സോ മറ്റും ഉണ്ടാവും, ഇപ്പം യുദ്ധത്തിനെതിരായിട്ടൊക്കെ സജീവമായിട്ടുള്ള അവർ താമസിച്ച സ്ഥലം അമേരിക്കയിലെ ബ്രിമിംഗാമാണ്. പക്ഷേ അവിടെ ഇപ്പോഴും ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം ബോംബിംഗാം എന്നറിയപ്പെടുന്നു. കാരണം ഈ കറുത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പതിവായിട്ട് അവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് തുടങ്ങിയതല്ല ഈ ബോംബ് ഇടൽ. വളരെ നേരത്തെ തന്നെ ബോംബ് നിരന്തരം വർഷിക്കുമായിരുന്നു. അവരെഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ ഒരു സ്ഥലം, ഒരു പ്രത്യേക ജനവിഭാഗം അധിവസിക്കുന്ന സ്ഥലത്തെ ഈ രീതിയിൽ മാറ്റുന്ന ഒരു പ്രക്രിയ മുഖ്യധാര വരേണ്യ വിഭാഗം ദീർഘകാലമായി അനുവർത്തിച്ചു വരുന്നതാണ്. കേരളത്തിലും ഇന്ത്യയിലും ഇത് ജാതി വ്യവസ്ഥയിലെ ഏറ്റവും പുറന്തള്ളിയ സമുദായങ്ങളെയാണ് കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. എസ് ജോസഫിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ എല്ലാ മാലിന്യവും തള്ളുന്ന ഈ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ അറ്റത്താണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ദളിത് സമൂഹങ്ങൾ ഒരു കാലത്ത് അധിവസിച്ചത്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ പേരുമായി മാത്രം ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. പൊതുവേ ഈ പുറന്തള്ളലിൻ്റെ ഒരു യുക്തി സമൂഹത്തിൽ ഇന്ന ആളാണടാ എന്ന് പറഞ്ഞ് നാസറാണോ പോക്കറാണോ എന്ന് പോലീസുകാരൻ നോക്കുമ്പോൾ, എയർപോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ പോകുന്ന ഏത് സ്ഥലത്തും ഈ പെട്ടെന്നുള്ള ഈ ഐഡൻറ്റിറ്റി ഈ ആദ്യം കാണുന്നത് പേരാണല്ലോ. അപ്പോൾ ഈ പേരിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ മാറുകയാണ്. ഇപ്പോൾ ഇതുമായി ചേർത്ത് പറയാവുന്ന ഒരു സംഭവം, ഞാനും എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദം ഉള്ള ആളാണ്, ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്താണ്, വീട്ടിൻ്റെ പരിസരത്ത് ഉള്ള ആളുമാണ്, ഗോവിന്ദവർമ്മ രാജ. ഗോവിന്ദവർമ്മ രാജയും ഞാനും ഒരു യാത്ര പോവാണ്. സെമിനാറിനാണ് പോകുന്നത് ബോംബെയിൽ, മുംബൈ യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, ഞാൻ തനിച്ചാണ്. അപ്പോൾ ഇവരോട് ഐഡൻറ്റിറ്റി കാർഡ് ഭാര്യയോട് എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഗോവിന്ദവർമ്മ രാജയുടെ ഭാര്യയാണെന്ന് മനസ്സിലാവുമ്പോൾ ഗോവിന്ദവർമ്മ രാജ പോയിക്കോളൂ എന്ന് പറയാണ്. ഞങ്ങൾ വളരെ സന്തോഷം, എനിക്കും സന്തോഷം, വർമ്മമാഷക്കും സന്തോഷം. അങ്ങനെ പക്ഷേങ്കിൽ ഇതിന് വേണ്ടി ഇപ്പം നമ്മളെ പേരിങ്ങനെ മാറ്റാൻ പറ്റുമോ? ഒരു ID കാർഡ് മറന്നുപോയ ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് പ്രവേശിക്കാൻ ഇത്രയേ വേണ്ടൂ എന്നുള്ളതാണല്ലോ അതിൻ്റെ. അപ്പോൾ ഇതിനോടുള്ള ഇത് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൽ മാഷ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഗോവിന്ദവർമ്മ മാഷ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അയാളൊന്നുമില്ല, അയാളെ വീട്ടിൽ നിന്ന് കിട്ടിയൊരു പേര് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ പേരിന് ഇന്നുള്ള ഒരു പ്രിവിലേജ് മിക്ക പേരുകൾക്കും, ഈ വർമ്മ രാജമാഷ് ഈ അർത്ഥത്തിൽ ജാതിവാദിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല എൻ്റെ അനുഭവത്തിൽ ഇതുവരെയും. അങ്ങനെയല്ലോ, വളരെ ഇതായിട്ടുള്ള ഒരാളാണ്. പക്ഷേ മാഷെ സംബന്ധിച്ചിടത്തോളം ഭാഷ പോലും അറിയാതെയും പ്രതീക്ഷിക്കാതെയും ഈ പേരിന് കിട്ടുന്നത് ഈ
അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുരോഗമനം, വളരെ പുരോഗമനമൊക്കെ പറയുന്ന ആളുകൾ പോലും അവരെ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ പേര് മാറ്റാലോ. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്തുണ്ട്, ഞാൻ ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് രാജമാഷ് പറഞ്ഞ സംഭവം ഞാനതിൽ പറയുന്നുണ്ട്, പേര് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ ഞാൻ മാറ്റിയില്ല. പക്ഷേങ്കിൽ ഇപ്പോഴും ഈ വർഷം കുട്ടികൾ പേര് മാറ്റിയിട്ടുണ്ട് സ്കൂളുകളിൽ. നിങ്ങൾ അധ്യാപകരോടോ അധ്യാപികമാരോട് ചോദിച്ചാൽ അറിയാം. പിന്നെ എന്താ മാറ്റുന്നത്? ഈ ജാതി പേര് ചേർക്കാൻ വേണ്ടിയാണ്. അശ്വത്ത് എന്നുള്ളതിനോട് അശ്വത്ത് മേനോനും കൂടി ചേർക്കാൻ വേണ്ടിയാണ് ആക്ച്വലി സംഭവിച്ചാൽ ഞാൻ പറഞ്ഞത്. വീട്ടിൻ്റെ പരിസരത്തുള്ള സ്കൂളിൽ സംഭവിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ഈ 21ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തെക്കുറിച്ചും പുരോഗമന ആദർശത്തെക്കുറിച്ചും സജീവമായി സംവാദം നടക്കുന്നു എന്ന് കരുതുന്ന ഈ കേരളത്തിലാണ് ഈ 10 വയസ്സുള്ളയും 15 വയസ്സുള്ളയും കുട്ടികളുടെ പേര് മാറ്റി ഈ രീതിയിൽ. അപ്പോൾ ഈ ഒരു പ്രിവിലേജ് വാസ്തവത്തിൽ സമൂഹത്തിൽ നിലനിർത്തണം എന്നത് നമ്മളൊരു ആശയാധികാര വ്യവസ്ഥയിൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറന്തള്ളൽ മറികടക്കാൻ മുമ്പ് കാലത്ത് ബോംബെയിൽ 1-2 തവണ ഉപഭാഷങ്ങൾക്കൊക്കെ പോയിരുന്നു. അവിടെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, ആദ്യകാലത്ത് ഇവിടുന്ന് ഈഴവരൊക്കെ ധാരാളമായിട്ട് അവിടെ എത്തിയാൽ അവർ ഗോവിന്ദനായിരിക്കും ഇവിടുന്ന് പോകും, പക്ഷേ അവിടെ എത്തിയാൽ ഗോവിന്ദൻ നായരാവും, അല്ലെങ്കിൽ ഗോവിന്ദൻ നമ്പ്യാരോ അല്ലെങ്കിൽ കുറുപ്പോ ഒക്കെ ആയി. കാരണം അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് അത് പൊസിഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു സ്ഥാനപ്പെടുത്തൽ വളരെ വ്യത്യസ്തമാകുന്നതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മറ്റെന്ത് മാറിയാലും ഈ ജാതിഘടന, അതുകൊണ്ട് തന്നെയായിരിക്കണം അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് ജാതി നിർമ്മൂലനം എന്നുള്ളത്. കാരണം ഈ ജാതിയുമായി ബന്ധപ്പെടുന്ന പ്രിവിലേജ് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൃശ്യപ്പെട്ടും അദൃശ്യമായും പ്രവർത്തിക്കുകയാണ്. ഒന്ന് വളരെ ദൃശ്യമായി തന്നെ, നീ അതല്ലടാ എന്ന് നേർക്ക് നേരെ ചോദിക്കുന്നത്, എയർപോർട്ടിൽ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ യാത്രയിലും പോലീസുകാർ നിങ്ങളെ ഡോക്യുമെൻ്റ് പരിശോധിക്കുമ്പോൾ ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാര്യമായി മാറുകയാണെങ്കിൽ, മറുവശത്ത് പിന്നെ അത് തന്നെയാണ് മലപ്പുറത്തിൻ്റെയും പ്രശ്നം. മലപ്പുറം എന്ന് പറയുമ്പോൾ എന്തോ ഒരു മലപ്പുറത്ത് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ എത്രയോ കാലമായി ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. പഠിക്കുന്ന കാലം മുതൽ ആ ക്യാമ്പസുമായിട്ട് ബന്ധമാണ്. 77 മുതലുള്ള സജീവ ബന്ധമാണ്. എൻ്റെ ഭാര്യ, കുട്ടികൾ, ഇവരൊക്കെ അവിടെ. നമ്മൾ ഏതാണ്ട് പൂർണ്ണമായി സെക്യുലറായി ഒരു തരത്തിലുള്ള സംഗതികളിലും, അതായത് ഈ മതകേന്ദ്രിതമായിട്ടുള്ള സംഭവങ്ങളിലൊന്നും ഇടപെടാതെ ആരെയും ചോദ്യം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരാൾ. പക്ഷേ നമ്മളെ സമൂഹത്തിൽ വിശ്വസിക്കുന്നതോ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ വളരെ ഭീകരമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പം നടന്നിട്ടുള്ള മാമാങ്കത്തിലുള്ള 2 പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. 2ലും ഈ മലപ്പുറം എന്ന് പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വേറെ തന്നെ അടയാളപ്പെടുത്തി മാറ്റി വെക്കേണ്ട ഒരു പ്രദേശമാണ് എന്ന് നാളെ ലക്ഷദ്വീപ് പോലെ പ്രത്യേകമായ നിയമനിർമ്മാണം പോലും വന്നുകൂടായില്ല ഇതേ രീതിയിലുള്ള ഈ ഭീകരവാഴ്ച ഇന്ത്യയിൽ തുടരുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ സാമൂഹ്യബോധമുള്ള ആളുകൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതായി.